എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ എൻ്റെ ആപ്പിൾ TV ആണ് പ്രൊജക്ടറിനോട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായത് ഒരു HD TV ആണ്, പ്രൊജക്ടറായിരുന്നു. അപ്പോൾ അത് ഇപ്പം ആപ്പിൾ TVയിലേക്ക് മാറിയപ്പോൾ സെറ്റിങ്സിൽ മാറ്റം വരുത്തി. അപ്പോൾ ഒരു 4K ഡിവൈസ് അല്ലെങ്കിൽ 4K ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ആപ്പിൾ TVയിലെ സെറ്റിങ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ആപ്പിൾ TVയിലെ സെറ്റിങ്സ് പോവാം. അതിൽ വീഡിയോ ആൻഡ് ഓഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മിനിറ്റ് ഒന്ന് സൂം ചെയ്യട്ടെ. യെസ്, വീഡിയോ ആൻഡ് ഓഡിയോ എന്ന് പറഞ്ഞ സെറ്റിങ്സ് കയറുക. അതിൽ എനേബിൾ HDR എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, ഫോർമാറ്റ് പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കാണാം. 4K HDR എന്ന് കാണാം, 4K SDR എന്ന് കാണാം, 1080p HDR. അതിൽ 4K സെലക്ട് ചെയ്യുമ്പോൾ 4K SDR ആണ് സെലക്ട് ചെയ്യേണ്ടത്. HDR സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു നാച്ചുറൽ അല്ലാത്തൊരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, 4K SDR ആണ് അതായത് HDR ആദ്യം എനേബിൾ ചെയ്യുക, എന്നാലേ HDR കിട്ടുകയുള്ളൂ. ഫോർമാറ്റ് പോയിട്ട്, അതായത് 4Kയുടെ ഏത് ഫോർമാറ്റാണ് പ്ലെയറിലേക്ക് അയക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ 4K SDR സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ HDMI ഔട്ട്, അതായത് അതിൽ നിങ്ങളുടെ കളറ്, നിങ്ങളുടെ നിങ്ങളുടെ HDMI കേബിൾ ത്രൂ പാസ് ചെയ്യുന്ന കളറിൻ്റേതാണ്. YCBCR എന്ന് പറയുന്നത് ഫുൾ HD, അതായത് യെല്ലോ, സയാൻ, ബ്ലൂ, വീണ്ടും സാൻ, വീണ്ടും റെഡ്, അതാണ് എൻ്റെ കളർ കോമ്പിനേഷൻ. ഇതാണ് ബേസിക്കലി വരുന്നത്. ഓക്കെ, അതല്ലാതെ RGB ഹൈ ഉണ്ട്, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ കോമ്പിനേഷൻ ഹൈ ഉണ്ട്, ലോ ഉണ്ട്. നിങ്ങളുടെ TV അത് സപ്പോർട്ട് ചെയ്ത്, TVയോ അല്ലെങ്കിൽ പ്രൊജക്ടർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് RGB ഹൈയിലേക്ക് പോകും. പക്ഷേ എനിക്ക് പേഴ്സണലി YCBCR ആണ് കളർ കുറച്ചും കൂടി ന്യൂട്രലായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ക്രോമയാണ്. ക്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റെഡ്, ഗ്രീൻ, ബ്ലൂ പ്രൈമറി കളേഴ്സിൻ്റെ എത്ര ശതമാനം വരെ നിങ്ങളുടെ പ്രൊജക്ടറിലേക്ക് അയക്കണം എന്നുള്ളതിനാണ് ഈ ക്രോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ 4:4:4, അതായത് റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ഫുൾ ബാൻഡ് വിത്ത് 4, അത് 100% ആണ്. അത് 4:4:4. തൊട്ട് താഴെ 4:2:0 കാണാം, അതായത് റെഡ് 4ഉം ബ്ലൂ 2ഉം ഗ്രീൻ 0, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ക്രോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്രോം അനുസരിച്ച് കളറിൻ്റെ ഗ്രേഡേഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രോമാണ്. ഓക്കെ, പിന്നെ വീഡിയോയിൽ ഹോറിസോണ്ടലി ഒരു ലൈൻസ് പോകുന്ന പോലെ നിങ്ങൾക്ക് കാണാം. പേഴ്സണലി എനിക്കത് കാണുന്നില്ല. അത് എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ റിഫ്രഷ് റേറ്റും പ്രൊജക്ടറിൻ്റെ റിഫ്രഷ് റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ അടുത്ത് ചെയ്യാനുള്ളത് മാച്ച് കണ്ടൻറ്റ് കയറുക. മാച്ച് കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണുന്ന കണ്ടൻറ്റ്, ഓക്കെ, അതായത് പല രീതിയിലും ആയിരിക്കും കണ്ടൻറ്റ് പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് 24 frames per second ആവാം, 30 frames per second ആവാം, 60 ആവാം. ഓക്കെ, അപ്പോൾ ഏത് ഫ്രെയിം റേറ്റിലാണോ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതേ ഫ്രെയിം റേറ്റിൽ പ്ലേ ബാക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓണാക്കി ഇടുന്നത്. അപ്പോൾ മാച്ച് ഡൈനാമിക് റേഞ്ച് ഓണാക്കുക, മാച്ച് ഫ്രെയിം റേറ്റും ഓണാക്കുക. ഇത്രയുമാണ് ചെയ്യേണ്ടത് ആപ്പിൾ TVയിൽ 4K സെറ്റ് ചെയ്യുമ്പോൾ. ഇത് പ്രൊജക്ടറിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, പിന്നെ നിങ്ങൾ 4K TVയും സെറ്റ് ചെയ്യുമ്പോഴും ഇതേ സെയിം സെറ്റിങ്സ് ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ ഇതിലുള്ളത്, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന HDMI കേബിൾ അത് കറക്റ്റ് ആണോ, കോമ്പാറ്റബിൾ ആണോ, സിഗ്നൽ കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് HDMI കണക്ഷൻ എന്നുള്ള ഈ ഓപ്ഷൻ. അത് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നുള്ള സിഗ്നൽ വരും. ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കേബിളിൽ ഒരു കുഴപ്പമില്ല, ആ കേബിൾ ധാരാളമാണെന്ന അർത്ഥം. അതല്ലെങ്കിൽ കേബിൾ മാറ്റണം എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്യാനുള്ളത്. ഇനി ഒരു കൂടി പ്ലേ ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഇതിലൊക്കെ പോയത് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഉള്ളത് യൂട്യൂബാണ്. യൂട്യൂബിൽ ഇപ്പം കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. മലയാളം സിനിമയുടെയൊക്കെ ട്രെയിലേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. കത്തനാറുടെ ട്രെയിലർ നോക്കട്ടെ. No matter what the forms or sources of knowledge may be, Gandharu Shala shall welcome them with an open heart.
I do not believe in sorcery or magic. They wander through the mysterious corridors of consciousness. An intricate web of illusion that astonishes everyone in ways no one can even imagine. It merges into your soul and becomes etched in your memories forever and ever. At the feet of the Chera Emperor, Kunjaman humbly bows. What is about to come is beyond everything no one has seen or heard. The supernatural human who comes in times of calamity is like fire. If he holds your hand, it's protection. If he lets go, it's destruction. There are so many powers lost within you that no ordinary human can possess. How? Do believe us. Reynard is in danger. Illusion! The universe is an illusion. അപ്പോൾ വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത് ജോർജ് സൈനിങ് ഓഫ്. ബൈ.